നിങ്ങൾക്കറിയാലോ 2025 ഇത് വഖഫ് പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ എതിർപ്പുകൾ പ്രതിപക്ഷം മുഴുവൻ എതിർത്ത് ഇത് പാസ്സാക്കിയ വഖഫ് ആക്ട്, സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വഖഫ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി രൂപീകരിച്ച വഖഫ് ബോർഡാണ് കേരളത്തിലേത് ആദ്യത്തെ. അതിൽ രൂപീകരിച്ചപ്പോൾ തന്നെ ആ രൂപീകരണ ഉത്തരവിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഒരു മുസ്ലിമേതര 2 പ്രതിനിധികളെ, നോൺ മുസ്ലിം പ്രതിനിധികളെ വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഉത്തരവിൽ തന്നെ ഉണ്ട് മുസ്ലിമേതര പ്രതിനിധിയെ പൊതുകാര്യ പ്രസക്തരിൽ നിന്നും ബാർ കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. അവർ 2 പേരെ പിന്നീട് നിയമിക്കും എന്ന് കഴിഞ്ഞ സർക്കാർ അറിയിച്ചു. അവരെ പിന്നീട് നിയമിക്കും. ബാർ കൗൺസിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം നിയമിക്കും. ആ ഉത്തരവിൽ തന്നെ ഉണ്ട് നോൺ മുസ്ലിം പ്രതിനിധികളെ, കാരണം സെൻട്രൽ ആക്റ്റാണ്. നോൺ മുസ്ലിം പ്രതിനിധികളെ, മുസ്ലിമേതര പ്രതിനിധികളെ പിന്നീട് വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ചത്. അതിനുശേഷം 4 ഹർജികൾ കോടതിയിൽ വന്നു. 4 ഹർജികളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഈ നോൺ മുസ്ലിം ആളുകളെ വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, മുസ്ലിം വിഭാഗങ്ങളിലെ ഷിയ, ബോറ, ആഘാഖാനി, പിന്നോക്ക മുസ്ലിം ഇവരുടെ പ്രതിനിധികളെ വഖഫ് ബോർഡിൽ വെച്ചിട്ടില്ല. പിന്നെ സെക്ഷൻ 14 അനുസരിച്ച് ഓരോ കാറ്റഗറിയും അത് നിർണ്ണയിക്കുന്നത് മാൻഡേറ്ററിയാണ്, നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആളുകൾ യോഗ്യരായിട്ടുള്ള അല്ലാത്ത ആളുകൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് 4 ഹർജികൾ വന്നത്. ഇത് വന്ന ഉടനെ തന്നെ എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ്? എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ്? വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, കോടതിയിൽ ഞങ്ങൾ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതെല്ലാം പരിശോധിച്ച് ഞങ്ങൾ വഖഫ് ബോർഡ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ ഈ ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനി ഇതിൻ്റെ മീതെ സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ്. അപ്പോൾ അവിടെ വെച്ച് വഖഫ് ബോർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? വഖഫ് ബോർഡിൻ്റെ ചെയർമാനൊക്കെയുള്ള ആളെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് അമുസ്ലിം അംഗങ്ങളെ സെക്ഷൻ 14 പ്രകാരം വെച്ചുകൊള്ളാം, ബാർ കൗൺസിലിൽ നിന്നും പൊതുകാര്യ പ്രസക്തരിൽ നിന്നും മുൻ വാഗ്ദാനം അനുസരിച്ച് ചെയ്തു കൊള്ളാം. അപ്പോൾ പോയില്ലേ ഇതെല്ലാം? അവർ പോയി പറഞ്ഞാണ്, സുപ്രീം കോടതി പോയി പറഞ്ഞാണ് വെച്ചുകൊള്ളാം. സെക്ഷൻ 14 പാലിച്ച് വഖഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി വേണം. കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി തള്ളണം എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതി തള്ളിയില്ല. അപ്പോൾ കേരള സർക്കാർ ഹൈക്കോടതിയിലെടുത്ത സ്റ്റാൻഡ് എന്താ? ഈ ഹർജി തള്ളണം എന്ന സ്റ്റാൻഡാണ്. അതേ കാര്യമാണ് സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ് ആവർത്തിച്ചത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്, മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിന്റെ സർക്കാർ. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് 2 പേരെ വെച്ചുകൊള്ളാം. ഞങ്ങൾ ഈ പരാതി മാത്രമല്ല, 4 പ്രധാനപ്പെട്ട പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ ആ പരാതികൾ പരിശോധിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷെ ഈ ഹർജികൾ തള്ളണം, ഗവൺമെന്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഈ സ്റ്റാൻഡിനെയാണ് വഖഫ് ബോർഡ് പോയി സുപ്രീം കോടതിയിൽ പോയി ഉയർത്തിക്കാട്ടിയത്. ഹർജി തള്ളണം എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടും ഹൈക്കോടതി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി തരുന്നില്ല. ഞങ്ങൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ 2 അമുസ്ലിങ്ങളെ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയ പ്രചരണം നടത്തി ഞങ്ങളുടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവോ CPMോ വിചാരിച്ചാൽ നടക്കില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ക്ലിയർ ആണ്. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയത്തില്ല. എനിക്കറിയില്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴത്തെ അല്ല, സുപ്രീം കോടതി, എന്നിട്ട് സുപ്രീം കോടതി 2 കൂട്ടരെ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് എടുത്ത സ്റ്റാൻഡിനെ പിന്തുണച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് അവിടെ പോയത്. സർക്കാർ തള്ളണം, ഈ കേസ് തള്ളണം എന്നാണ്
ഈ ഹർജികൾ തള്ളണമെന്നാണ്. എന്നിട്ട് ഇതിലെ പ്രധാനപ്പെട്ട പരാതികൾ പരിശോധിച്ച് അതനുസരിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. ഇത് എന്തു പ്രചരണമാണ് നടത്തുന്നത്? അല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ. അത് അല്ലല്ല, ഞങ്ങളല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്. ആ ഉത്തരവിലുണ്ടത്. എന്നിട്ട് ഇപ്പോഴും വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറയുന്നത് ഞങ്ങൾ വെച്ചുകൊള്ളാം, ഞങ്ങളത് വെച്ചുകൊള്ളാന്നാ. ഇപ്പോഴത്തെ അതിന്റെ സ്റ്റേറ്റസ് എനിക്ക് അറിയില്ല, അത്ര ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല, അതിപ്പോ സെൻട്രൽ ആക്ട് അല്ലേ. ഇപ്പൊ കോടതി അതിനെതിരായിട്ട്, സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളിയത് കൊണ്ടാണ് പിണറായി സർക്കാർ വഖഫ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഈ 2 അമുസ്ലിം പ്രതിനിധികളെ ഞങ്ങൾ വെച്ചുകൊള്ളാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ടായിരിക്കും വെക്കരുത്. ആണല്ലോ, ബൈൻഡിങ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇല്ലെങ്കിൽ പിണറായി സർക്കാർ ഒരു സ്റ്റാൻഡ് എടുക്കാനല്ലോ, വെക്കില്ല. Tamil Nadu case is different. Only this matter, 2 non-Muslims, appointment of 2 Muslims only pending before the Supreme Court. Here there are other demands also in the other petitions. There are 4 petitions before the High Court that I have already stated to you that there is no proper representation for Shia, Bora, Aga Ghani and backward Muslims, and there is no some of the persons are not competent, and according to section 14(6), determination of each category is mandatory. There is a violation. 3 more other petitions also. 4 petitions are pending before the Kerala High Court. So, but in the affidavit that you all filed before the High Court, you all said that you all will strictly comply with Section 14. Section 14 also includes appointment of non-Muslims. The Waqf Board also has taken a stand before the High Court as well as in the Supreme Court that we will comply with the provisions of the Section 14. Already taken a stand, and we demanded the rejection of the petition also, the dismissal of the petition also. But the opposition leader said that the LDF government, the opposition leader had said that the LDF government had maintained that we will wait till the final verdict in the Supreme Court comes. They have not mentioned anywhere in the order itself. They have categorically stated that these 2 appointments will be done later, and they said that there is a representative from public persons and from the Bar Council. Since the Bar Council election is going on, we are not ready to appoint them. After the election, we will appoint. They have given an assurance in the order itself and before the High Court also. Waqf Board also repeated the same submission in the Supreme Court. മുസ്ലിങ്ങളുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി കാര്യത്തിൽ അന്തിമമായിട്ട് ഇത് മറികടക്കാൻ വീണ്ടും കോടതിയെ സമീപിക്കാൻ നിയമപരമായ മാർഗങ്ങൾ തേടാൻ എന്തെങ്കിലും വഴി? Already Supreme Court dismissed the petition. There is a provision in the Act passed by the Parliament that there should be an appointment of 2 non-Muslims. Somebody challenged, and the Supreme Court dismissed that petition. As you said rightly, the Tamil Nadu petition is pending. We have to go through the judgment of the final judgment of the High Court and the Supreme Court. According to the direction of the concerned court, we will take a decision.
സുപ്രീം കോടതിയിൽ ഇപ്പോ വലിയ രീതിയിലുള്ള വൈദ്യുതിയുടെ കുറവിന്റെ പ്രശ്നങ്ങൾ സംസ്ഥാനം നേരിടുന്നുണ്ട്. പവർ കട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു, സമയം പറയാൻ നടക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. ഇതിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ ഇതിനകത്ത് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന, കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡാണ് വൈദ്യുതിക്ക് ഈ സീസണിലുണ്ടായത്. കനത്ത മഴക്കുറവ്, എൽ നീനോ പ്രകാരമുള്ള കനത്ത മഴക്കുറവ്, അണക്കെട്ടുകളിലെ ജലശേഖരത്തിൻ്റെ വലിയ ഇടിവ്, ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ ഹൈഡൽ പവർ ഉൽപ്പാദനത്തിലുണ്ടായ 80% കുറവ്, ദേശീയ വൈദ്യുതി വിപണിയിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാകാതിരുന്ന പ്രശ്നം, ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഏകദേശം 1000 മെഗാവാട്ടിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതേ സമയത്ത് മഴയില്ലാത്തത് കൊണ്ടുള്ള ജലവൈദ്യുത ഉൽപ്പാദനം താഴോട്ട് പോയി, ഗൗരവമായി താഴോട്ട് പോയി. 2055-56% മഴക്കുറവുണ്ടായി. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. ജൂലൈ 17 മൊത്തം സംഭരണ ശേഷിയുടെ 28% മാത്രമായിരുന്നു ജലസംഭരണി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 61%. ഇതാണിത്. മാത്രമല്ല, നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ആ വൈദ്യുതി 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് 25 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് റദ്ദാക്കി. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മേടിച്ചെന്നറിയാം വൈദ്യുതി? 8 രൂപ മുതൽ 14 രൂപ വരെ. 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് മാസങ്ങളോളം, വർഷങ്ങളോളം വൈദ്യുതി ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി പോയി. ഡെയിലി 20-30 കോടി രൂപ അഡീഷണൽ ആകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ എഗ്രിമെന്റ് ഇപ്പം നിലവിലില്ല. ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഗ്രിമെന്റിന്റെ പാർട്ടി, ആ കമ്പനികൾ നമുക്ക് വൈദ്യുതി തരാൻ ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, എഗ്രിമെന്റ് ഇല്ല, ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ല. അപ്പൊ 1000 മെഗാവാട്ടിന്റെ വൈദ്യുതിയുടെ ഉപഭോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചു. ഹൈഡൽ പവർ ജലവൈദ്യുത ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ജലശേഖരം 61% ഉണ്ടായിരുന്നത് 28% കുറഞ്ഞു. മഴയുടെ കുറവ്, എൽ നീനോ പ്രതിഭാസം ഇപ്രാവശ്യം നിങ്ങൾക്കറിയാലോ, മൊത്തം മഴയുടെ ഇതിൽ ഭയങ്കരമായി കുറവ് വന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ എഗ്രിമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയത് കൊണ്ടുള്ള ഇമ്പാക്ട്. ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. അല്ല, അപ്പൊ അത്രയും ഡിമാൻഡ് ഇല്ല, വന്നില്ല. LDF കഴിഞ്ഞ വർഷത്തേക്കാൾ അന്ന് ഇവർ വാങ്ങിച്ചു. അന്ന് 8 രൂപ മുതൽ 14 രൂപ വരെ 4 രൂപ 29 പൈസയുടെ റദ്ദാക്കിയിട്ട് ഇവർ വാങ്ങിച്ചു. ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു, വൈദ്യുതി പുറത്തുനിന്ന് മേടിച്ചു. ഇപ്പോഴുള്ള പ്രശ്നം, അന്നത്തേക്കാൾ 1000 മെഗാവാട്ട് കൂടുതൽ കൺസംഷൻ വന്നു ഈ പ്രാവശ്യം. 1000 മെഗാവാട്ട്, 800 മുതൽ 1000 മെഗാവാട്ട് വരെ നമുക്ക് കൂടുതൽ വന്നു. ഓരോ ദിവസത്തെയും കൂടുതലാണ്. 2024-25 വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ 10 മില്യൺ യൂണിറ്റിന്റെ ഉപഭോഗം, കൺസംഷനാണ് ഒരു ദിവസം വർദ്ധിച്ചിരിക്കുന്നത്. മറ്റേ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാം. ആ എഗ്രിമെന്റും ഇല്ല. ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി വലിയ പ്രശ്നമാണ്. എൽ നീനോ ആയതുകൊണ്ട് എല്ലാ ഗവൺമെന്റുകളും ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സീരിയസ് ആയില്ല. അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് വന്ന് 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പ്രതിഭാസമാണ് പവർ കട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗവൺമെന്റ് വിചാരിച്ചിട്ടൊരു പവർ കട്ട് മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ 1 മണിക്കൂർ ഇരുട്ടിൽ കഴിയട്ടെ എന്നിട്ട്, അല്ല, 1 മണിക്കൂർ ജനങ്ങൾ ഇരുട്ടിൽ കഴിയട്ടെ എന്നൊരു പുതിയ സർക്കാർ തീരുമാനിക്കുമോ? അപ്പൊ ഒരു ഔചിത്യമില്ലാത്ത പ്രചരണം, ഒരു അടിസ്ഥാനമില്ലാത്ത പ്രചരണം സംസ്ഥാനത്ത് നടക്കാണ്.